SP ഇന്നലെ പറയാ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട വാദ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല, അക്രമം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കണ്ടല്ലോ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതും ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് മൂക്കിനടിച്ചതും തലക്കടിച്ചതും ഒക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ CPM-ന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാർ അവർ ധരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മുഖം നഷ്ടപ്പെട്ട അയ്യന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന പിണറായി വിജയനും കൂട്ടരും, കേരളത്തിലെ CPM-നെ BJPക്ക് അടിയറ വെക്കുന്ന പിണറായി വിജയനും കൂട്ടരും ആ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചാൽ അതൊക്കെ അങ്ങ് ശ്രദ്ധ തിരിയുമെന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധ തിരിയാൻ പോകുന്നില്ല. റീലിന്റെ ക്യാമറകൾ കണ്ണു തുറക്കാതിരുന്ന സമയത്ത് ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ചു പൊട്ടിച്ചത് അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ചത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണോ? ഈ പറയുന്ന ദൃശ്യങ്ങൾക്കപ്പുറത്ത് കേരള പോലീസ് ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഒന്നാമത്തെ കാര്യം, കേരള നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളില്ലാത്ത കേരള പോലീസാണ്. നമുക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി അടിച്ചതിന്റെ ദൃശ്യങ്ങളില്ലാത്തവരാണ് കേരള പോലീസ്. സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളും ഉണ്ടാകില്ല. അല്ല മാധു, ഈ അപ്പുറത്തിരിക്കുന്ന ഇടതുപക്ഷക്കാരൻ ന്യായീകരിച്ചുകൊണ്ട് സ്വാഭാവികം നമുക്കറിയാം അവരിപ്പോൾ കേവലം ന്യായീകരണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചില ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നുള്ളത്. ആ ജൽപ്പനങ്ങൾ ഏറ്റുപിടിച്ച് ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ മാധുവിനെ പോലുള്ള മാധ്യമപ്രവർത്തകരൊന്നും തയ്യാറാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മുമ്പോട്ട് പോകും. നിങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്രയും നേരം ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാമാന്യമായ തൊലിക്കട്ടിയൊന്നും പോരാ എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ആവട്ടെ, ഇപ്പൊ സമയം ഏതാണ്ട് 7:43 ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആർഷോ പറയാണ് ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ അതെ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും. അത് കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന മലയാളികളല്ല, അത് ഇവരുടെ ന്യായീകരണ തൊഴിലാളികളാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. നോക്കൂ, നിങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്താ ഈ പ്രശ്നങ്ങളുടെ ആരംഭം? കഴിഞ്ഞ 9-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പേരാമ്പ്രയിലെ CKG കോളേജ് ഗവൺമെന്റ് കോളേജാണ്. ആ CKG കോളേജിൽ 40 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഫർസിൻ അഹമ്മദ് എന്ന് പറയുന്ന UDSF പാനലിൽ മത്സരിച്ച ചെറുപ്പക്കാരൻ ചെയർമാനായി വിജയിക്കുന്നു. ഏതാണ്ട് ഇതുവരെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സീറ്റുകൾ വിജയിക്കാൻ സാധിക്കാത്തിടത്ത് 5ഓളം സീറ്റുകളിൽ UDSF പാനലിലുള്ള മത്സരാർത്ഥികൾ വിജയിക്കുകയാണ്. ആ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ അവരെ ആക്രമിക്കാനും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് കോളേജിനകത്തുള്ള CPM-ന്റെ പ്രവർത്തകർ മാത്രമല്ല. CPM-ന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ ചില അധ്യാപക സംഘടനാ നേതാക്കളോ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ മാത്രമല്ല, പുറത്ത് നിന്നുള്ള DYFI-ക്കാരും CPM-കാരും പോവാണ് അങ്ങോട്ട് പോയി ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവിടെ ഉള്ളിലുള്ള വിദ്യാർത്ഥികൾ ജനാധിപത്യ രീതിയിൽ ചെറുത്തുനിന്ന് അവർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ SFI കോട്ടകുത്തകം പോലെ കൊണ്ടു നടന്ന പേരാമ്പ്രയിലെ CKG കോളേജ് 40 വർഷക്കാലത്തിനിപ്പുറത്ത് UDSF-ന്റെ ചെയർമാൻ വിജയിക്കുന്ന കാഴ്ച കണ്ടു. അതിൽ അസ്വസ്ഥരായി അവിടെ പേരാമ്പ്രയിൽ അന്ന് 9-ാം തീയതി വൈകിട്ട് ഈ CPM ക്രിമിനലുകൾ ഉണ്ടാക്കി അക്രമം ചെറുതല്ല. പല മേഖലകളിൽ നിന്ന് പല ആളുകളുടെ നേതൃത്വത്തിൽ വന്ന് വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. ആ സമയത്ത് നമ്മളെന്താ, സ്വാഭാവികമായിട്ട് നിയമപാലകർ എന്ന് പറയുന്ന പോലീസുകാർ അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു. ഈ CPM-കാർ ആക്രമിച്ചുകൊണ്ടിരിക്കെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ്. ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെയും ആക്രമിക്കാൻ ഇവിടുത്തെ DYSP സുനിൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായി. അന്ന് 9-ാം തീയതിയിൽ അക്രമം നടക്കുകയാണ്. 9-ാം തീയതിയിൽ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമം പേരാമ്പ്രയിൽ കണ്ടു. അതിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, പ്രവർത്തകരെ ആക്രമിക്കാൻ പോലീസ് ക്രിമിനലുകളും CPM ക്രിമിനലുകളും ഒന്നിച്ച് തീരുമാനിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ ഇന്നലെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ ഇന്നലെ ഹർത്താലായിരുന്നു. ഹർത്താലിന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുതൽ ഇങ്ങോട്ട് ഗുണ്ടാ പ്രവർത്തനം നടത്തി അത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് അവിടെ ആരോപണം. നിങ്ങൾ ഈ പഞ്ചായത്തിൽ കയറി VK പ്രമോദിനെ അടക്കം ആക്രമിച്ചു, ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. നിങ്ങൾ മറ്റേ CPM പ്രവർത്തകന്റെ വാക്കുകൾക്ക് പറയാൻ ഒരടിസ്ഥാനവുമില്ലാത്ത ജൽപ്പനങ്ങൾക്ക് 12 മിനിറ്റ് നിർബാധം അനുവദിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇടപെടലെന്ന് അങ്ങനെ സംസാരിക്കുന്ന അല്ല പറയട്ടെ. ആ പറയുന്ന ഘട്ടത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു, ആർഷോ പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിന് അടികിട്ടി. ഞങ്ങൾ പറയാം, നിങ്ങൾ ഒരു വിഷ്വൽ കാണിക്കും. പ്രമോദിന് ഇന്നലെ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രമോദിന് ഒരു പരിക്ക് പറ്റിയ എന്തെങ്കിലും വിഷ്വൽ കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം. മറിച്ച് ഞാനൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ആർഷോ, ഞങ്ങൾ ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഗീബൽസിന്റെ കാലത്തല്ല, അതൊക്കെ കഴിഞ്ഞു പോയെന്നേ. നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കാൻ നിങ്ങൾക്കുള്ള ശേഷിയൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞാൻ ഒരു വിഷ്വൽ കാണിക്കാം. ഇത് ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിൽ നേരത്തെ ആർഷോ പറഞ്ഞ പ്രമോദ് എന്ന് പറയുന്ന പേരാമ്പ്ര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പ്രതിഷേധിക്കാൻ, ജനാധിപത്യ രീതിയിൽ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ആക്രമിക്കുന്ന വിഷ്വല. ഇതാണ് പറഞ്ഞത്, പ്രമോദിനെ ഭീകരമായി ആക്രമിച്ചു. ഇന്ന് ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ CPM കൊള്ളക്കാരുടെ, കള്ളന്മാരുടെ, തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പേരാമ്പ്രയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ജനങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ മറച്ചു വെക്കാൻ CPMന്റെ എല്ലാ ഗുണ്ടാ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർ വ്യാജമായ ഒരു പ്രചരണം നടത്തി. അതാണ് പ്രമോദ് ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്. അത് അടിസ്ഥാനരഹിതം. അതേ സമയത്ത് പ്രമോദ് ആക്രമിക്കുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. രണ്ടാമത്തെ കാര്യം ഇവരെന്താ പറഞ്ഞത്, ഈ ഇന്നലെ ഒരു പ്രശ്നമില്ലെന്ന്. നിങ്ങൾ നോക്ക്, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് UDSFന്റെയും UDYFന്റെയും പ്രവർത്തകരെ അടക്കം ആക്രമിച്ച് മെനയാന്ന് കോളേജ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം നാട്ടുകാരെ പോലും ആക്രമിച്ച CPM പോലീസ് നടപടിക്കെതിരെ ഇന്നലെ വൈകിട്ട് UDFന്റെ പ്രതിഷേധം ഉണ്ടാവുക. 12,000-ഓളം വരുന്ന പ്രതിഷേധക്കാർ അവിടെ നിന്ന് പ്രതിഷേധവുമായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായി പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും, ഞാൻ നേരത്തെ പറഞ്ഞു, പേരാമ്പ്രയിലെ DYSP ആയിട്ടുള്ള സുനിലിന്റെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ വടകരയിലെ DYSP ആയിട്ടുള്ള ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ വരിക. എന്നിട്ടോ നമ്മൾ പോലീസുകാരെ കാണുന്നുണ്ടല്ലോ, അവിടെ CPM സമരം നടത്താറുണ്ട്, കോൺഗ്രസ് നടത്താറുണ്ട്, ലീഗ് ഉണ്ട്, CPI ഉണ്ട്, എല്ലാവരും സമരം നടത്താറുണ്ട്. അതൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ സമരങ്ങളെ കാണുന്നവരാണ് പോലീസ്. എന്നാൽ ഇന്നലെ 2,000-ഓളം വരുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അകാരണമായി തടയുന്നു. പേരാമ്പ്ര ടൗണിലേക്ക് എത്തുന്ന മാർച്ചിനെ അകാരണമായി തടയുകയാണ്. ആ സമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശ്രീ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾ കൊയിലാണ്ടിയിൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം തല യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെയാണ് അവർ വിവരം അറിയുന്നത്. UDFന്റെ പ്രവർത്തകരെ സമരം ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല, പ്രകടനം നടത്താൻ പോലും തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, CPMഉം പോലീസും ഒരേപോലെയാണ് പ്രവർത്തകരെ നേരിട്ടത്. അന്ന് 8 റൗണ്ടോളം ഗ്രനേഡ് UDSFന്റെ പ്രവർത്തകർക്ക് മേൽ ഇന്നലെയല്ല, ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിച്ച, തലയടിച്ച് പൊട്ടിച്ച ഇന്നലെയല്ല, മെനയാന്നും അവിടെ പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡും ഇതേപോലെയുള്ള എന്താ പറയുക ലാത്തി ചാർജുകളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ സമരം ചെയ്യാൻ, പ്രകടനം നടത്താൻ അനുവദിച്ചില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ ഒരു 50-ഓളം വരുന്ന CPM ഗുണ്ടകളുണ്ട്. CPM ഗുണ്ടകൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട്. CPMകാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഈ നാണം കെട്ട DYSP സുനിൽ എന്ന് പറയുന്നവൻ അവിടെ തടയാണ്. തടയുക മാത്രമല്ല, അപ്പൊ ഇതറിഞ്ഞു വരുന്ന ഷാഫി പറമ്പിൽ MPയെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് CPMന്റെ പണി ഇവിടെ പോലീസ് എടുക്കുക. അതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതെന്താ പിണറായി വിജയന് അല്ലെങ്കിൽ CPMകാർക്ക് സ്ത്രീധനം കിട്ടിയാണോ ഈ നാടൊക്കെ? സമരം നടത്താൻ പാടില്ല, ഒരു പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് പോകാൻ പാടില്ല, അങ്ങനെ പോയാൽ ഞങ്ങൾ തടയും. അതൊക്കെ ഇവർ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ നേതാക്കൾ വരുന്നു, അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഷാഫി പറമ്പിൽ MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പോലീസ് കൂട്ടത്തിലുള്ള DYSPയുടെ ഗൺമാൻ, വടകര DYSPയുടെ ഗൺമാൻ വിഷ്ണു വത്സൻ ഈ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന MLAയുടെ അടുത്തനിയായി, ഞാൻ ഫോട്ടോ തരാം, ആ വിഷ്ണു വത്സനും പേരാമ്പ്രയിലെ CPO സുനിൽ എന്ന് പറയുന്നവർ, അവർ രണ്ടുപേരും ചേർന്നാണ് ഷാഫി പറമ്പിൽ MPയെ ബോധപൂർവം MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് മൂക്കിനടിക്കുക. അദ്ദേഹത്തിന്റെ വലത് ഭാഗത്ത് പൊട്ടാണ്, മൂക്കിന്റെ ഇടത് ഭാഗത്ത് പൊട്ടാണ്. ഇന്ന് നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ ബേബി മെമ്മോറിയലിന്റെ അവരുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞ പോലെ 2 പൊട്ടുകളാണ് മൂക്കിന്. തലയ്ക്ക് അദ്ദേഹത്തിന് അടിയേറ്റു. ഇപ്പൊ MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആക്രമിക്കുന്നു. ഒരു ഭാഗത്ത് അവിടെയുള്ള അക്രമം, പോലീസ് പറയാണ് SP ഇവിടെ അല്ലല്ലോ, ഇത് ഞാൻ പൂർത്തീകരിക്കട്ടെ, അനുവദിക്കുന്നേ. അതേപോലെ SP നിങ്ങൾ അതെ, SP ബൈജു എന്ന് പറയുന്ന SP, ആ SP ഇന്നലെ പറയാ CPMന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട വാദ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല, അക്രമം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കണ്ടല്ലോ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതും ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് മൂക്കിനടിച്ചതും തലക്കടിച്ചതും ഒക്കെ. അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ CPMന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാർ അവർ ധരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മുഖം നഷ്ടപ്പെട്ട അയ്യന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന പിണറായി വിജയനും കൂട്ടരും
കേരളത്തിലെ CPM-നെ BJP-ക്ക് അടിയറ വെക്കുന്ന പിണറായി വിജയനും കൂട്ടരും ആ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചാൽ അതൊക്കെ അങ്ങ് ശ്രദ്ധ തിരിയുമെന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധ തിരിയാൻ പോകുന്നില്ല. ഡോക്ടർ പ്രേംകുമാർ, ഷാഫി പറമ്പിൽ എംപിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്.